ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാരും പോലീസുകാരും പഠിച്ച പണി 18 പ്രയോഗിച്ചിട്ടും വല്ലതും നടന്നോ? അവസാനം സമരവും വിജയിപ്പിച്ച് അവരങ്ങ് പോയില്ലേ? ഇതൊക്കെ നമ്മുടെ RSS നേതാവ് TG മോഹൻദാസ് സാറിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. അടിച്ചു കലക്കി കയ്യിൽ കൊടുത്തേനെ. വിദ്യാർത്ഥികളെ തല്ലുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ സാറിന്റെ ഈ പ്ലാൻ ഒന്ന് കേട്ടു നോക്ക്. ജന്തർ മന്ദറിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കാം. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടാം. ഒരു തവണയല്ല 3 തവണ ആവശ്യപ്പെടാം. എന്നിട്ടും പോയില്ലെങ്കിൽ പ്രതിഷേധക്കാർക്കെതിരെ വെടിവെക്കുക. ആളുകൾ ചെതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് പരിക്കുകൾ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഉച്ചയോടെ ഊണ് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും രംഗം ശാന്തം. പിന്നെ അവിടെ കിടക്കുന്ന ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുക. നല്ല ഗെത്തായി തിരിച്ച് വീട്ടിൽ പോവുക. ഇതാണ് TG മോഹൻദാസ് സാറിന്റെ മാസ്റ്റർ പ്ലാൻ. അണ്ടർ വാട്ട് ലോ? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദിസ് കൺട്രി? യൂട്യൂബ് ചാനലിലൂടെയാണ് സാർ ഈ പ്ലാനിനെ പറ്റി സംസാരിച്ചത്. ആളുകൾ എവിടുന്നോ ഒരു ചാണകത്തിന്റെ സ്മെല്ല് ഫീൽ ചെയ്ത് ചെന്നപ്പോ ഇതാണ് സംഭവം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതിനു വേണ്ടി 35 ദിവസം നീണ്ട CJP ജന്തർ മന്ദർ സമരത്തെ പശ്ചാത്തലമാക്കിയാണ് TG സാറിന്റെ ഈ ഭീഷണി പ്രസംഗം. എന്തായാലും ജന്തർ മന്ദറിൽ നടന്നത് വളരെ ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്നും സമരം വിദ്യാർത്ഥികൾ ജയിച്ചതിൽ ഇത്ര ചുരുക്ക് പാടില്ലെന്നും പറഞ്ഞ് സാർ പരസ്യമായി ആഹ്വാനം ചെയ്ത ഈ തീവ്ര പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നല്ല കറകളഞ്ഞ RSSകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. കാരണം ഈ പ്രസ്താവനയിലെ ഏറ്റവും അപകടകരമായ കാര്യം ഇതിലെ ക്രൂരത മാത്രമല്ല, മനുഷ്യ ജീവിതത്തോടുള്ള പൂർണ്ണമായ അനാസ്ഥയാണ്. അതായത് ജീവനുള്ള മനുഷ്യരെ അവകാശങ്ങളുള്ള പൗരന്മാരായല്ല, പകരം നീക്കം ചെയ്യേണ്ട ഒരു തടസ്സമായാണ് സാർ കാണുന്നത്. ശവങ്ങൾ പെറുക്കുക എന്ന പ്രയോഗം പോലും പ്രതിഷേധക്കാരെ മനുഷ്യരെന്ന നിലയിൽ കാണാൻ പുള്ളിയെ കൊണ്ട് കൂടാത്തതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുക? പിന്നെ സാറ് പറഞ്ഞു, ഇങ്ങനെയുള്ള സമരത്തിൽ കൂട്ട ബലാത്സംഗം നടക്കുത്രേ. അത് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഉള്ളതിനാൽ ആർക്കും പരാതി ഉണ്ടാകില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഉണ്ടത്രേ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുജന രാഷ്ട്രീയം പിന്തുടരുന്ന സ്ത്രീകൾ. ഈ ഒരു പോയിന്റിൽ പറഞ്ഞു മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല. നല്ല വിഷം കൂടിയ എണ്ണം ഒന്നിനെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് വാവാ സുരേഷിന് വരെ കോള് പോയെന്നാണ് കേൾക്കുന്നത്. കാരണം സ്ത്രീകളെ മനുഷ്യരെന്ന നിലയിൽ പോലും കാണാത്ത സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് TG സർ. ബലാത്സംഗം പോലെയുള്ള അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യം ചില സ്ത്രീകൾ ആസ്വദിക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരു നോർമൽ ആക്ടിവിറ്റി അല്ലല്ലോ. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ബലത്തിലാണ് പുള്ളിക്കാരൻ പ്രതിഷേധക്കാരെ വെടിവെച്ചിടണം, സ്ത്രീകൾക്ക് റേപ്പ് ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെയുള്ള കുറെ അഭിപ്രായങ്ങൾ വെച്ച് അലക്കുന്നത്. സ്വന്തം അഭിപ്രായം സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം വേണം, പക്ഷെ സംഘത്തിനെതിരെ ആരെങ്കിലും അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അവരെ തട്ടിക്കളയണം, ബലാത്സംഗം ചെയ്യണം. എന്റെ ദൈവമേ, എന്തൊരു തെറി! അല്ല, അപ്പൊ ആളെയും പറഞ്ഞിട്ടെന്താ? തലമൂത്ത ജീമാരായ ഒരുപാട് പേരുണ്ടല്ലോ, അവരെ കണ്ടല്ലേ ഈ ഏകാധിപത്യത്തിന്റെ ഭാഷ പഠിക്കുന്നത്. അത് നല്ല ബെസ്റ്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും TG സർ പറയുന്നുണ്ട്. ഗുജറാത്ത് കലാപം ഒന്ന് ഓർത്തു നോക്കണം. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഡൽഹിയിലെ പോലെ 1.5 സ്ക്വയർ കിലോമീറ്ററിലെ ബഹളമൊന്നും ആയിരുന്നില്ല. അന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരിചയമില്ലാത്ത നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പോലും മോദിയെ കൈയൊഴിഞ്ഞു. ഗുജറാത്ത് പോലെ ഒരുപാട് കലാപങ്ങളും ബോംബേറുകളും കണ്ടയാളാണ് മോദി. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, TG സാറിന്റെ സ്വന്തം വാക്കുകളാണ്. അത് പിന്നെ പറയാനുണ്ടോ സാർ? മേരാ ഗുജറാത്ത് ജൽ രഹാ ഹേ എന്നും പറഞ്ഞ് മോദി നിന്ന് കരയുന്ന സീൻ നമ്മളും കണ്ടതാണല്ലോ. എന്നാലും 1000-ലേറെ പേർ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയ ഗുജറാത്ത് കലാപത്തെ സമാധാനപരമായ വിദ്യാർത്ഥി പ്രതിഷേധം കൈകാര്യം ചെയ്യാനുള്ള മാതൃകയായി അവതരിപ്പിക്കുന്നത് സ്വല്പം ഓവറല്ലേ? ഈ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ പൗരന്മാരാണല്ലോ. വെടിയുണ്ടകളിലോ ഭയത്തിലോ അല്ല, ഭരണഘടനയിലും സംവാദത്തിലുമാണ് ഈ പരിപാടിയുടെ അടിസ്ഥാനം തന്നെ ഇരിക്കുന്നത്. ഇനി സംഘികൾക്ക് പങ്കില്ലെങ്കിലും നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സമരം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരം. അതിനെ മുൻനിർത്തി ഒരു കാര്യം പറയാം. TG സാർ ഇനിയും ഏതെങ്കിലും സമരക്കാരെ കുറിച്ച് ദുഷിപ്പ് പറയും മുന്നേ ഒന്ന് ഓർക്കുക, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വെടിയുണ്ട തീർന്നതുകൊണ്ടല്ല അവർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിയത്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ജയിലിലായി ജീവൻ ബലിയർപ്പിച്ച് സാമ്രാജ്യത്തെ മുട്ടുകുതിച്ചതുകൊണ്ടാണ്. എന്തായാലും ഒരു കാര്യം സമ്മതിക്കണം, ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഇത്രയും വിപ്ലവകരമായ മാർഗങ്ങൾ കണ്ടെത്താൻ അസാധാരണമായ ഭാവന തന്നെ വേണം. അതെന്തായാലും TG സാറിനുണ്ട്.